ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ ക്രീഡാമ വയം ശ്ലോകാന്തക്ഷരീം എന്ന ചാപ്റ്ററിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളാണ്. നമുക്ക് നോക്കിയാലോ. ന വിദ്യയാ വിനാ സൗഖ്യം നരാണാം ജായത്തെ ധ്രുവം അതോ ധർമാർത്ഥമോക്ഷേഭ്യോ വിദ്യാഭ്യാസം സമാചരേത്. പദച്ഛേദം നോക്കാം. ന വിദ്യയാ വിനാ സൗഖ്യം നരാണാം ജായത്തെ ധ്രുവം അതഃ ധർമ്മ അർത്ഥ മോക്ഷേഭ്യഃ വിദ്യാഭ്യാസം സമാചരേത്. അന്വയം നോക്കാം. വിദ്യയാ വിനാ നരാണാം ധ്രുവം സൗഖ്യം ന ജായത്തെ. വിദ്യയില്ലാണ്ട്, അറിവില്ലാണ്ട് മനുഷ്യന് നിശ്ചയമായും സൗഖ്യം ഉണ്ടാവില്ല, സൗഖ്യം കിട്ടില്ല. അതഃ അതുകൊണ്ട് ധർമ്മ അർത്ഥ മോക്ഷേഭ്യഃ ധർമ്മ, അതേപോലെ സമ്പത്ത്, അതേപോലെ മോക്ഷം എന്നിവയ്ക്കായി വിദ്യാഭ്യാസം സമാചരേത് വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഭാവാർത്ഥം കണ്ട് മനസ്സിലാക്കാം. മാനവാനാം കൃതേ വിദ്യാർജനം അത്യന്തം അനിവാര്യം ഭവതി. മനുഷ്യന് വിദ്യ ആർജിക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. യദി നരാഹ വിദ്യാർജനം ന കുറുവന്തി തർഹി, മനുഷ്യൻ വിദ്യ ആർജിക്കുകയില്ല എങ്കിൽ സ്ഥിരം സുഖം ന പ്രാപ്നുവന്തി, സ്ഥിരമായ സുഖം ലഭിക്കുകയില്ല, പ്രാപ്തമാവുകയില്ല. അതഃ അതുകൊണ്ട് ധർമ്മസാധനായ, ധർമ്മം പരിപാലിക്കാനായിട്ട്, അർത്ഥലാഭായ സമ്പത്ത് ആർജിക്കാനായിട്ട്, മോക്ഷം പ്രാപ്തും ച മോക്ഷം പ്രാപ്തമാക്കാനും വിദ്യാഭ്യാസം കുര്യാത് വിദ്യാഭ്യാസം ചെയ്യുക. ആട്ടെ, അതിന് ബദലായിട്ട് അടുത്ത ടീം എന്താ പാടിയേ? താരാണാം ഭൂഷണം ചന്ദ്രഃ ലതാനാം ഭൂഷണം സുമമം പൃഥ്വിയാഃ ഭൂഷണം രാജ വിദ്യാ സർവസ്യ ഭൂഷണം. പദച്ഛേദം നോക്കാം. താരാണാം ഭൂഷണം ചന്ദ്രഃ ലതാനാം ഭൂഷണം സുമമം പൃഥ്വിയാഃ ഭൂഷണം രാജ വിദ്യാ സർവസ്യ ഭൂഷണം. അന്വയം നോക്കാം. ചന്ദ്രഃ താരാണാം ഭൂഷണം അസ്തി, സുമം ലതാനാം ഭൂഷണം അസ്തി, രാജ പൃഥ്വിയാഃ ഭൂഷണം അസ്തി, പരം വിദ്യ സർവസ്യ ഭൂഷണം അസ്തി. അതായത് ചന്ദ്രൻ നക്ഷത്രങ്ങൾക്ക് അലങ്കാരമാണ്, പൂവ് ചെടികൾക്ക് അലങ്കാരമാണ്, രാജാവ് ഭൂമിക്ക് അലങ്കാരമാണ്, അതായത് നല്ലൊരു ഭരണാധികാരി ഭൂമിക്ക് അലങ്കാരമാണ്. പരം പക്ഷേ വിദ്യാ സർവസ്യ ഭൂഷണമസ്തി, അറിവ് എല്ലാത്തിനും അലങ്കാരമാണ്, എല്ലാത്തിൻ്റെയും അലങ്കാരമാണ്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഭാവാർത്ഥം നോക്കാം. താരകാഹ ചന്ദ്രന് സഹ ശോഭന്തി, നക്ഷത്രങ്ങൾ ചന്ദ്രനോടൊപ്പമാണ് ശോഭിക്കുന്നത്, തിളങ്ങുന്നത്. ലത കുസുമൈഹി സഹ ശോഭന്തി, ചെടികൾ പൂക്കളോടൊപ്പമാണ് ശോഭിക്കുന്നത്. രാജ പൃഥ്വിയാഹ ശോഭാം വർദ്ധയതി, രാജാവ് ഭൂമിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. വിദ്യയാ സർവേഷാം മനുഷ്യാണാം ശോഭ വർദ്ധതി. ആട്ടെ, അറിവ് എല്ലാ മനുഷ്യരുടെയും ശോഭ വർദ്ധിപ്പിക്കുന്നു. ഇതിന് ബദലായിട്ട് ടീം എന്താ പാടിയേ? ന ചോരഹാര്യം നാചാ രാജഹാര്യം ന ഭാതൃഭാജ്യം നാചാ ഭാരകാരി വ്യയേ കൃതേ വർദ്ധത്തെ ഏവ നിത്യം വിദ്യാധനം സർവധന പ്രധാനം. പദച്ഛേദം നോക്കാം. ന ചോരഹാര്യം നാചാ രാജഹാര്യം ന ഭാതൃഭാജ്യം നാചാ ഭാരകാരി വ്യയേ കൃതേ വർദ്ധത്തെ ഏവ നിത്യം വിദ്യാധനം സർവധന പ്രധാനം. അന്വയം നോക്കാം. വിദ്യാധനം ചോരഹാര്യം ന അസ്തി, രാജഹാര്യം ന അസ്തി, ഭാതൃഭാജ്യം ന അസ്തി, ഭാരകാരി ച ന അസ്തി, വ്യയേ കൃതേ വിദ്യാധനം നിത്യം വർദ്ധത്തെ ഏവ. അതഃ വിദ്യാധനം സർവധന പ്രധാനം അസ്തി. അതായത് വിദ്യ എന്ന ധനം മോഷ്ടാക്കളാൽ മോഷ്ടിക്കപ്പെടുകയില്ല, രാജാവാൽ അപഹരിക്കപ്പെടുകയില്ല, സഹോദരങ്ങൾക്കിടയിൽ പങ്കിടേണ്ടി വരികയില്ല, ഭാരമുള്ളതുമല്ല. എത്രത്തോളം അത് സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിത്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിദ്യ എന്ന ധനം എല്ലാ ധനത്തേക്കാൾ പ്രധാനമാണ്.
ഭാവാർത്ഥം നോക്കാം. ചോരഃ ധനം ചോരയിത്തും ശക്നോതി. കള്ളന് ധനം മോഷ്ടിക്കാൻ സാധിക്കും. രാജാ ധനം അപഹർത്തും ശക്നോതി. രാജാവിന് ധനം അപഹരിക്കാൻ സാധിക്കും. ഭാതൃഷു ധനസ്യ വിഭാജനം ഭവിതും അർഹതി. അതായത് സഹോദരങ്ങൾക്കിടയിൽ ധനത്തിന് വിഭജിക്കാൻ സാധിക്കും. ധനസ്യ വ്യയേന ധനം ന്യൂനം ഭവതി. ധനം എത്രത്തോളം ചെലവാക്കുന്നോ അത്രത്തോളം കുറയുകയാണ് ചെയ്യുക. കിന്തു പക്ഷേ വിദ്യാരൂപം ധനം, വിദ്യാരൂപിയായ ധനം, അതായത് വിദ്യ എന്ന ധനം, ചോരഃ ചോരയിത്തും ന ശക്നോതി. പക്ഷേ വിദ്യ എന്ന ധനം കള്ളന്മാരാൽ മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതായത് മോഷ്ടാക്കളാൽ മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. രാജാ തസ്യ അപഹരണം കർത്തും ന ശക്നോതി. രാജാവിന് അതിൻ്റെ അപഹരണം ചെയ്യാനായി സാധിക്കുകയില്ല, അപഹരിക്കാൻ സാധിക്കുകയില്ല. വിദ്യാധനസ്യ വിഭാജനം ന ഭവതി. വിദ്യ എന്ന ധനത്തിൻ്റെ പങ്കിടൽ ഉണ്ടാവാറില്ല. വിദ്യാഭാരയുക്ത ന ഭവതി. അറിവിന് ഭാരമില്ല. വിദ്യായാഹ വിതരണേന വിദ്യാധനം ഇതോ അപി വർദ്ധത്തെ. വിദ്യ പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് വിദ്യ എന്ന ധനം കൂടിക്കൊണ്ടേയിരിക്കും. അതഃ അതുകൊണ്ട് സർവധനേഷു വിദ്യാധനം ഏവ പ്രമുഖം ധനമസ്തി. അതുകൊണ്ട് തന്നെ എല്ലാ ധനത്തിനും വിദ്യ എന്ന ധനം തന്നെയാണ് ഏറ്റവും വലിയ ധനം. അതായത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എത്രത്തോളം ധനം ചെലവാക്കുന്നോ അത്രത്തോളം കുറയാണ് ചെയ്യുക. പക്ഷേ അറിവെന്ന ധനം എത്രത്തോളം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നോ അത്രത്തോളം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. വിദ്യാഹീനാഃ കീദൃശാഃ കിംശുകാഃ ഇവ ന ശോഭന്തെ. വിദ്യയില്ലാത്തവർ കിംശുക പോലെ എത്രത്തിലാണ് ശോഭിക്കാതിരിക്കുക? നിർഗന്ധാഃ, അതായത് ഗന്ധമില്ലാതെ. ധീമതാം കാലഃ കഥം ഗച്ഛതി. ബുദ്ധിമാന്മാർ സമയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? കാവ്യശാസ്ത്ര വിനോദേന, കാവ്യശാസ്ത്ര വിനോദത്താൽ. കേഷാം കാലഃ നിദ്രയാ കലഹേന വ ഗച്ഛതി. ആരുടെ സമയമാണ് ഉറക്കത്താലും കലഹത്താലും നയിക്കപ്പെടുക, ചെലവാക്കപ്പെടുക? മൂർഖാണാം, വിഡ്ഢികളുടെ. ഖലസ്യ വിദ്യ കിമർത്ഥം. വിഡ്ഢികളുടെ വിദ്യ എന്തിനു വേണ്ടിയുള്ളതാണ്, എന്തിനു വേണ്ടിയാണ്? വിവാദായ, അതായത് തർക്കിക്കാനായിട്ട്. സജ്ജനസ്യ വിദ്യ കിമർത്ഥം. സജ്ജനരുടെ വിദ്യ എന്തിനു വേണ്ടിയാണ്? ജ്ഞാനായ, അറിവിനായിട്ട്. ചന്ദ്രഃ കേഷാം ഭൂഷണമസ്തി. ചന്ദ്രൻ ആരുടെ ഭൂഷണമാണ്, ആരുടെ അലങ്കാരമാണ്? താരാണാം, അതായത് നക്ഷത്രങ്ങളുടെ. സർവധന പ്രധാനം കിം. ഏറ്റവും പ്രധാനം എന്താണ്? വിദ്യാധനം, വിദ്യ എന്ന ധനം. അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. നിർഗന്ധാഃ കിംശുകാഃ ഇവ കേ ന ശോഭന്തെ. മണമില്ലാത്ത കിംശുക എന്തിനെ പോലെയാണ് ശോഭിക്കാത്തത്? രൂപയൗവന സമ്പന്നാഃ വിശാലകുല സംഭവാഃ വിദ്യാഹീനാഃ നിർഗന്ധാഃ കിംശുകാഃ ഇവ ന ശോഭന്തെ. രൂപം കൊണ്ടും യൗവനം കൊണ്ടും സമ്പന്നമായവരും നല്ല കുലത്തിൽ ജനിച്ചവരായിട്ടുകൂടി അറിവില്ലെങ്കിലാണ് കിംശുക പോലെ മണമില്ലാത്തവരായി ശോഭിക്കാണ്ടിരിക്കുക. മൂർഖാണാം കാലഃ കഥം ഗച്ഛതി. വിഡ്ഢികളുടെ സമയം എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അവർ ചെലവാക്കുന്നത്? മൂർഖാണാം കാലഃ വ്യസനേന നിദ്രയാ കലഹേന വ ഗച്ഛതി. വിഡ്ഢികൾ സമയത്തെ ദുശീലങ്ങളാലും ഉറക്കത്താൽ അതേപോലെ കലഹിച്ചുകൊണ്ടാണ് നയിക്കുന്നത്, പാഴാക്കുന്നത്. ദുർജനഃ വിദ്യായാഃ ധനസ്യ ശക്തേഃ ച ഉപയോഗം കഥം കരോതി. ദുഷ്ടന്മാർ
അറിവിനെയും ധനത്തിൻ്റെയും ശക്തിയെയും എപ്രകാരമാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ദുർജനഃ വിദ്യായാഹ ഉപയോഗം വിവാദായ, ദുഷ്ടന്മാർ അറിവിൻ്റെ ഉപയോഗം തർക്കിക്കാനായിട്ട്, ധനസ്യ ഉപയോഗം മതായ, ധനത്തിൻ്റെ ഉപയോഗം അഹങ്കരിക്കാനായിട്ട്, ശക്തിഹി ഉപയോഗം പരേഷാം പരിപീഡനായ കരോതി, ശക്തിയുടെ ഉപയോഗം മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കീദൃശാഃ മനുഷ്യാഃ ഭുവി ഭാരഭൂതാഃ ഭവന്തി, എത്തരത്തിലുള്ള മനുഷ്യരാണ് ഭൂമിയിൽ ഭാരമായി തീരുന്നത്? യേഷാം ന വിദ്യ ന തപോ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണോ ന ധർമ്മഃ തേ മസ്യ ലോകേ ഭുവി ഭാരഭൂതാ ഭവന്തി. ആർക്കാണോ അറിവില്ലാത്തത്, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാത്തത്, ദാനം ചെയ്യാത്തത്, നല്ല സ്വഭാവമില്ലാത്തത്, ഗുണങ്ങളില്ലാത്തത്, അതേപോലെ ധർമ്മബോധമില്ലാത്തത്, അങ്ങനെയുള്ളവർ തേ മത്സ്യലോകെ ഭുവി ഭാരഭൂതാഃ ഭവന്തി, അതായത് അവർ മനുഷ്യലോകത്ത് ഭൂമിയിൽ ഭാരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശനൈഹി ശനൈഹി കാനി സാധനീയാനി, പതുക്കെ പതുക്കെ എന്തൊക്കെയാണ് സാധ്യമാവുക? പന്ഥാഃ കന്ഥ പർവ്വതലംഘനം വിദ്യ വിത്തം ഏതാനി പഞ്ച ശനൈഹി ശനൈഹി സാധനീയാനി, അതായത് നടക്കുന്നത്, അതേപോലെ തുണികൾ തുന്നിയെടുക്കുന്നത്, മല കയറുന്നത്, വിദ്യ ആർജിക്കുന്നത്, അതേപോലെ ധനം ആർജിക്കുന്നത്, ഈ 5 കാര്യങ്ങളാണ് പതുക്കെ പതുക്കെ സാധ്യമാവുക. അടുത്ത ചോദ്യം നോക്കാം. ഉചിതാൻ വാക്യാംശാൻ പരസ്പരം സംയോജയന്തു, ഉചിതമായ വാക്യാംശം പരസ്പരം യോജിപ്പിക്കുക. തഥാ വൃത്തിശ്ച കീർത്തിശ്ച യഥാ വിദ്യ ഭവേത് തവ, കലസ്യ സാധുർവിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ. ശനിർവിദ്യ ശനിർവിത്തം പഞ്ചൈതാനി ശനൈഃ ശനൈഃ വിദ്യാഹീന ന ശോഭന്തെ നിർഗന്ധാ ഇവ കിംശുകാഃ ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭാതൃഭാജ്യം ന ച ഭാരകാരി വിദ്യാരാജസു പൂജ്യത്തെ ന ഹി ധനം അതോ ധർമാർത്ഥമോക്ഷേഭ്യഃ വിദ്യാഭ്യാസം സമാചരേത്. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അധഃ രേഖാങ്കിതാനി പദാനി ആശ്രിത്യ പ്രശ്നനിർമ്മാണം കുറുവന്തു. ഉദാഹരണം തന്നനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനപ്പെട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അതിനകത്ത് കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നോക്കാം. രാജാ പൃഥ്വിയാഹ ഭൂഷണം ഭവതി, രാജാവ് ഭൂമിയുടെ അലങ്കാരമാണ്. അപ്പോൾ ആരുടെ അലങ്കാരമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ രാജാ കസ്യാഹ ഭൂഷണം ഭവതി, രാജാവ് ആരുടെ അലങ്കാരമാണ്? സാധുഹു വിദ്യ ജ്ഞാനായ ഭവതി, സജ്ജനരുടെ വിദ്യ അറിവിനായിട്ടാണ്. ആരുടെ വിദ്യയാണ് അറിവിനായിട്ടുള്ളത് എന്നാണ് ചോദ്യം പറയേണ്ടത്. അപ്പം എന്തെഴുതും? കസ്യ വിദ്യ ജ്ഞാനായ ഭവതി. വിദ്യ ഗുരുണാം ഗുരുഹു, വിദ്യ ഗുരുക്കന്മാരുടെയും ഗുരു. വിദ്യ ആരുടെ ഗുരുവാണ് എന്നാണ് ചോദ്യം പറയേണ്ടത്. അപ്പം എന്തെഴുതും? വിദ്യ കേശാം ഗുരുഹു. തേ മത്സ്യലോകേ ഭൂവി ഭാരഭൂതാ ഭവന്തി, അവർ മനുഷ്യലോകത്ത് ഭൂമിയിൽ ഭാരം പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ തേ മത്സ്യലോകേ ഭൂവി കീദൃശാ ഭവന്തി, അവർ മനുഷ്യലോകത്ത് ഭൂമിയിൽ എത്തരത്തിലാണ് ഉണ്ടാവുക? വിദ്യാഹീനാഹ ന ശോഭന്തെ, അറിവില്ലാത്തവൻ ശോഭിക്കുകയില്ല, തിളങ്ങുകയില്ല. ആരാണ് ശോഭിക്കാണ്ടിരിക്കുക എന്നാണ് ചോദ്യം പറയേണ്ടത്. എന്തെഴുതും? കെ ന ശോഭന്തെ. സർവസ്യ ലോചനം ശാസ്ത്രം, എല്ലാവരുടെയും കണ്ണുകൾ ശാസ്ത്രമാണ്. അപ്പോൾ എന്താണ് എന്നാണ് ചോദ്യം പറയേണ്ടത്. ശാസ്ത്രത്തിന് താഴെയല്ലേ എന്തെല്ലാം വന്നേക്കാണ്. അപ്പോൾ നോക്കാം.
സർവസ്യ ലോചനം കിം? എല്ലാത്തിൻ്റെ കണ്ണുകൾ എന്താണ്? വിദ്യ രാജസു പൂജ്യത്തെ. വിദ്യ രാജാക്കന്മാരിൽ പൂജിക്കപ്പെടുന്നു. എന്താണ് രാജാക്കന്മാരിൽ പൂജിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. എന്തെഴുതും? കാ രാജസു പൂജ്യത്തെ. കാവ്യശാസ്ത്ര വിനോദേന കാലോ ഗച്ഛതി ധീമതാം. കാവ്യശാസ്ത്ര വിനോദത്താൽ സമയം ചിലവഴിക്കുന്നു ബുദ്ധിമാന്മാർ. അതായത് ബുദ്ധിമാന്മാർ കാവ്യശാസ്ത്ര വിനോദത്താൽ സമയത്തെ വിനിയോഗിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്നാലാണ് ബുദ്ധിമാന്മാർ സമയത്തെ നയിക്കുന്നത് എന്നാണ് ചോദ്യം പറയേണ്ടത്. എന്തെഴുതും? കേന ധീമതാം കാലോ ഗച്ഛതി. എന്തൊക്കെയാണ് ബുദ്ധിമാന്മാർ സമയത്തെ നയിക്കുന്നത്? അടുത്ത ചോദ്യം നോക്കാം. മഞ്ജുഷാതഃ സമുചിതാനി പദാനി സ്വീകൃത്യ റിക്തസ്ഥാനാനി പൂരയന്തു. ബോക്സിനകത്ത് ചില വാക്കുകൾ തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ളത് ഏതിനകത്താണോ വരിക അത് കണ്ടെത്തി എഴുതി ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? സജ്ജനരുടെ കുറിച്ചും തന്നിട്ടുണ്ട്, ദുർജനരുടെ കുറിച്ചും തന്നിട്ടുണ്ട്, നല്ല ആൾക്കാരെക്കുറിച്ചും തന്നിട്ടുണ്ട്, മോശം ആൾക്കാരെക്കുറിച്ചും തന്നിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് കൂട്ടരും ഈ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ശക്തി, അതായത് ശക്തി എന്തിനാണ് ഉപയോഗിക്കുന്നത്? രക്ഷണായ, രക്ഷിക്കാനായിട്ട്. സജ്ജനർ വിദ്യ എന്തിനു ഉപയോഗിക്കണേ? ജ്ഞാനായ, അറിവിനായിട്ട്. ധനം എന്തിനാ ഉപയോഗിക്കണേ? ദാനായ, ദാനം ചെയ്യാനായിട്ട്. ആയിട്ട് ദുഷ്ടജനങ്ങൾ ശക്തി എന്തിനാ ഉപയോഗിക്കുന്നത്? പരിപീഡനായ, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട്. വിദ്യ, അറിവ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വിവാദായ, അതായത് തർക്കിക്കാനായിട്ട്. ധനം എന്തിനാ ഉപയോഗിക്കണേ? മതായ, അഹങ്കരിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അധോലിഖിതാനാം പദാനാം വിഭക്തിം വചനം ച ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന പദങ്ങൾക്ക് വിഭക്തിയും വചനവും എഴുതുക. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതേ കണക്ക് എഴുതിയാൽ മതി. ഓക്കെ, താരാണാം ഷഷ്ഠിവിഭക്തി ബഹുവചനം. വിദ്യാം ദ്വിതീയ വിഭക്തി എന്ന് എഴുതണം കേട്ടോ. എഴുതിയിട്ടില്ല, എഴുതി വെച്ചേക്കണേ. വചനം ഏകവചനം. ധനസ്യ ഷഷ്ഠിവിഭക്തി ഏകവചനം. കലഹേന തൃതീയവിഭക്തി ഏകവചനം. നരാണാം ഷഷ്ഠിവിഭക്തി ബഹുവചനം. മത്സ്യലോകെ സപ്തമിവിഭക്തി ഏകവചനം. ജ്ഞാനായ ചതുർത്ഥിവിഭക്തി ഏകവചനം. രാജസു സപ്തമിവിഭക്തി ബഹുവചനം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, പറഞ്ഞുതരാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതുകൊണ്ട് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.